السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, മലപ്പുറം വെസ്റ്റ് ഇബാദ് സമിതിക്ക് കീഴിൽ ഏറ്റവും മഹത്തായ അദ്കിയ എന്ന ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിച്ച വിവരം നിങ്ങളെയൊക്കെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അദ്കിയ എന്ന കിതാബിനെ പരിചയപ്പെടുത്തുകയും എല്ലാ വിഭാഗം ആളുകൾക്ക് അതിലെ അമൂല്യമായ രത്നങ്ങൾ സ്വായത്തമാക്കുവാനും സഹായകമാവുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇൻഷാ അല്ലാഹ് ഇബാദത്ത് സമിതി ഇങ്ങനൊരു സദുദ്യമത്തിന് മുതിരുന്നത്. അള്ളാഹു വലിയൊരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. അറിവ് പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതുവഴി പാരത്രികമായി സ്വർഗം നേടുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. കിതാബുൽ അദ്കിയ അമൂല്യ രത്നങ്ങളാണ് ഈ കിതാബ്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഈ കിതാബിനെ കുറിച്ച് എഴുതി വച്ചു, നഫായിസുദ്ദുറർ എന്ന്, രത്നങ്ങൾ, അമൂല്യമായ രത്നങ്ങൾ എന്നാണ്. അമൂല്യമായ രത്നങ്ങൾ എന്നാണ് മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഈ കിതാബിനെ വിശേഷിപ്പിച്ചത്. അതൊക്കെ നടപ്പിലാക്കിയാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് ഈ കിതാബ് രചിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. കാരണം ഈ കിതാബിൽ എവിടെയും അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർത്തിട്ടില്ല. അത് തന്നെയാണ് ഈ കിതാബിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും. ഇത്ര വലിയൊരു കൃതി എഴുതിയിട്ട് ആ കൃതിയിൽ എവിടെയും തൻ്റെ പേര് എഴുതി ചേർത്തില്ല. അത് ഏറ്റവും വലിയ ഇഖ്ലാസിൻ്റെ, നിഷ്കളങ്കതയുടെ ഏറ്റവും വലിയ അടയാളമാണത്. കൂലി നഷ്ടപ്പെടരുത് എന്ന ആ ഏറ്റവും വലിയ ആത്മാർത്ഥ ചിന്തയുടെ ഭാഗമായിട്ടാണത്. അത്ര വലിയ നിഷ്കളങ്കമായ അറിവുകൾ പ്രസരിക്കുന്നൊരു കിതാബാണ് കിതാബുൽ അദ്കിയ. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിലും ഇത് പാഠ്യ വിഷയമാണ്. അദ്കിയ എന്ന പദത്തിന് അർത്ഥം തന്നെ ബുദ്ധിമാന്മാർന്ന. ഈ കിതാബ് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്നാണ് ആ കിതാബ് തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കിതാബ് ശരിയായ രീതിയിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതുവഴി ഇഹപര വിജയം നേടുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖ് ലിൽ ഉലാ حمدا يوافي بره متكاملا ثم الصلاة على الرسول المصطفى والآل مع صحب وتباع ولا تقوى الإله مدار كل سعادة وتباع وهو رأس شر هبائلا. അൽഹംദുലില്ലാ. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അല്ലാഹുവിനാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? അൽ മുവഫ്ഫിഖി, തൗഫീഖ് നൽകിയവനായ, ലില്ലുല, മേലയായതിലേക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. മേലയായതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉയരാൻ, ജീവിത വിജയത്തിന്, അല്ലെങ്കിൽ മേലയായ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, ഇതിനൊക്കെ തൗഫീഖ് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഹംദൻ, ഒരു സ്തുതി ഞാൻ സ്തുതിക്കുന്നു.
യുവാഫി അത് പൂർണ്ണമാകും ബിർറഹു അള്ളാഹുവിൻ്റെ ഗുണത്തോട്. അള്ളാഹുവിൻ്റെ അവൻ ചെയ്ത ഗുണത്തോട് പൂർണ്ണമാകുന്ന സ്തുതി ഞാൻ സ്തുതിക്കുന്നു. മുത്തക്കാമില എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ അള്ളാഹുവിൻ്റെ ഗുണത്തോട് കടപിടിക്കുന്ന, പൂർത്തീകരിക്കുന്ന ഒരു സ്തുതി ഞാൻ എന്താകുന്നു? സ്തുതിക്കുന്നു. അതാണ് അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖ് ലിൽ ഉലാ ഹംദൻ യുവാഫി ബിർറഹു മുതകാമിലാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അൽ മുവഫ്ഫിഖ് ലിൽ ഉലാ, മേലെയായതിലേക്ക് തൗഫീഖ് നൽകിയവനായ. ഹംദൻ, ഒരു സ്തുതി ഞാൻ സ്തുതിക്കുന്നു. യുവാഫി അത് പൂർണ്ണമാകും ബിർറഹുൽ മുതകാമില, സമ്പൂർണമായ അവൻ ചെയ്ത നന്മകളോട്, ഗുണത്തോട്, അവൻ ചെയ്ത ഗുണത്തോട് പൂർണ്ണമാകുന്ന സ്തുതി ഞാൻ സ്തുതിക്കുന്നു. സുമ്മസ്സലാത്തു അലർ റസൂലിൽ മുസ്തഫ വല്ലാലി മസ്ഹബിൻ വതുബ്ബാഇൻ വിലാ. സുമ്മസ്സലാത്തു, പിന്നെ സ്വലാത്ത് അലർ റസൂലിൽ മുസ്തഫ, മുസ്തഫയായ റസൂലിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. വല്ലാലി, അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും, മസ്ഹബിൻ സഹാബികളുടെ മേലിലും, വതുബ്ബാഇൻ താബഈങ്ങളുടെ മേലിലും, വിലാൻ തുടരെ ഞാൻ സലാത്തുണ്ടാവട്ടെ. തുടരെ ഞാൻ സലാത്ത് ചൊല്ലുന്നവരുടെ മേൽ സലാത്തുണ്ടാവട്ടെ. വിലാ എന്ന് തഖ്വല്ലിലാഹി മദാർ കുല്ലി സഅദത്തിൻ വതിബാ വഹുവ റഅസു ശർരി ഹബായിലാ. അപ്പോൾ ഹംദും സലാത്തും കഴിഞ്ഞ് പിന്നെ ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കയറുകയാണ്. ഈ കിതാബിൻ്റെ ആകത്തുക മുസന്നിഫ് ആദ്യ വരിയിൽ തന്നെ സൂചിപ്പിച്ചു. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാ വഹുവ റഅസു ശർരി ഹബായിലാ. തഖ്വല്ലിലാഹി, അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കലാണ്. മദാറു കുല്ലി സഅദ, മദാർ എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട്, കുല്ലി സഅദ എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ എല്ലാ അർത്ഥത്തിലും വിജയം ഉണ്ടാവും, എല്ലാ മേഖലയിലും വിജയം ഉണ്ടാവും. നമ്മൾ ഇടപെടുന്ന എല്ലായിടത്തും നമുക്കൊരു വിജയം ഉണ്ടാകും. ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും വിജയം ഉണ്ടാകും. അതാണ് തഖ്വല്ലിലാഹി, അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. മദാർ കുല്ലി സഅദ, എല്ലാ വിജയത്തിൻ്റെയും അച്ചുതണ്ട്. മദാർ എന്ന് പറഞ്ഞ ബേസ്, അടിസ്ഥാനം. എല്ലാം കാണുന്ന അള്ളാഹു തന്നെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ബോധം, അതാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും വേണ്ടത്. പിന്നെ അവനിക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യം ചെയ്യാൻ കഴിയില്ല. അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് എല്ലാം അറിയുന്ന അള്ളാഹു തന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന ബോധത്തോടെ എപ്പോഴും മനുഷ്യന് ജീവിച്ചു കഴിഞ്ഞാൽ അതെല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ്. അതാണ് തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാ വഹുവ റഅസു ശർരി ഹബായിലാ. തഖ്വല്ലിലാഹി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. മദാറു കുല്ലി സഅദ, എല്ലാ വിജയത്തിൻ്റെയും അച്ചുതണ്ട്. വതിബാ വഹുവ, തടികളുടെ ഇച്ഛയോട് പിമ്പറ്റലാണ്, തടികളുടെ ആഗ്രഹത്തോട് പിമ്പറ്റലാണ്. റഅസു ശർരി ഹബായിലാ, റഅസു ശർരി ഹബായില, തിന്മകളാകുന്ന കയറിൻ്റെ തല. അതാണ് റഅസു ശർരി ഹബായില, കയറുകളാകുന്ന. റഅസു ശർരി ഹബായില എന്ന് പറഞ്ഞാൽ തിന്മകളാകുന്ന കയറ്, അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്നർത്ഥം. അവിടെ ഷെറിനെ കയറുകളോട് ഉപമിച്ചതാണ്. അപ്പോൾ റഅസു ശർരി, എല്ലാ ഷെറുകളുടെയും തല ഏതാകുന്നു, അതിൻ്റെ അടിസ്ഥാനം ഏതാകുന്നു? തടികളുടെ ഇച്ഛയോട് പിമ്പറ്റലാണ്. ഹബായില, കയറുകളാകുന്ന തിന്മ. മനസ്സിലായ? ആ കയറുകളാകുന്ന തിന്മകളുടെ തലഭാഗം ശരീരത്തിൻ്റെ ഇച്ഛകളോട് പിമ്പറ്റലാണ്.
അശ്ശരീഅത്തു വ ത്വരീഖത്തു വൽ ഹഖീഖ. ഇസ്ലാമിൻ്റെ 3 വഴികളാണത്. ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് ഇവകൾ വിശദീകരിക്കുന്ന ഭാഗമാണിനി. ഇന്ന ത്വരീഖ ശരീഅത്തുൻ വ ത്വരീഖത്തുൻ വ ഹഖീഖത്തുൻ ഫസ്മ ലഹാ മാ മുസ്സിലാ ഫശരീഅത്തുൻ കസഫീനത്തുൻ വ ത്വരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ അലാ ഫശരീഅത്തുൻ അഖ്ദുൻ ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. ഇന്ന ത്വരീഖ, ദീനിൻ്റെ മാർഗങ്ങൾ, ശരീഅത്തിനൊന്ന് ശരീഅത്താണ്. ത്വരീഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ദീനിൻ്റെ വഴി, ദീനിൻ്റെ മാർഗം. ശരീഅത്തുൻ ഒന്ന് ശരീഅത്താണ്. വ ത്വരീഖത്തുൻ ത്വരീഖത്തുമാണ്. വ ഹഖീഖത്തുൻ ഹഖീഖത്തുമാണ്. ഫസ്മഇനി ശ്രദ്ധിച്ചു കേട്ടോ, ലഹ അതുകൊള്ളെ, മാ മുസ്ല അതിന് ഉദാഹരണമാക്കപ്പെട്ട ഒന്നുകൊള്ളേ. അതിന് ഉപമയാക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നീ ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോ. എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ അടിസ്ഥാനം ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹും റസൂലും കൊണ്ടുവന്ന നിയമങ്ങൾക്കാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട്, അതിൻ്റെ റൂട്ടിനേക്കാണ് എന്തു പറയുന്നത്, വഴി. അതാണ് ത്വരീഖത്ത്. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ ലാഭം എന്ന് വേണേൽ പറയാം. അതാണ് ഇന്ന ത്വരീഖ ശരീഅത്തുൻ വ ത്വരീഖത്തുൻ. ഇന്ന ത്വരീഖ ദീനിൻ്റെ വഴി, ശരീഅത്തുൻ ശരീഅത്താണ്, വ ത്വരീഖത്തുൻ ത്വരീഖത്തുമാണ്, വ ഹഖീഖത്തുൻ ഹഖീഖത്തുമാണ്. ഫസ്മ ലഹാ മാ മുസ്ല, ഫസ്മ ലഹാ മാ മുസ്ല അതിന് ഉദാഹരണമാക്കപ്പെട്ടത് കൊള്ളെ നീ നല്ല ശ്രദ്ധിച്ചു കേട്ടു, ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോ. ഫശരീഅത്തുൻ കസഫീനത്തുൻ വ ത്വരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ വലാ. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്തിന് ഉപമപ്പെടുത്തിയ കാര്യങ്ങളാണ് പറയുന്നത്. ഫശരീഅത്തിന് ശരീഅത്താവുന്നത് കസഫീനത്തിന് കപ്പൽ പോലെയാണ്. വ ത്വരീഖത്തുൻ ത്വരീഖത്ത് കൽബഹരി സമുദ്രം പോലെയാണ്. സുമ്മ ഹഖീഖത്തുൻ പിന്നെ ഹഖീഖത്ത് ദുർറുൻ വലാ അമൂല്യമായ രത്നവുമാണ്, അമൂല്യമായ മുത്തുമാണ് ഹഖീഖത്ത്. അപ്പോൾ ശരീഅത്ത് കപ്പലാണ്, ത്വരീഖത്ത് സമുദ്രമാണ്, ഹഖീഖത്ത് ആ സമുദ്രത്തിൻ്റെ ആയിലുള്ള മുത്തുരത്നമാണ്. ഈ ഓരോന്നും വിശദീകരിക്കുകയാണ്. ഫശരീഅത്തുൻ അഖ്ദുൻ ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. ഫശരീഅത്തുൻ അപ്പോൾ ശരീഅത്താകുന്നത് അഖ്ദുൻ മുറുകെ പിടിക്കലാണ്, ബിദീനിൽ ഖാലിഖി ഖാലിഖായ അല്ലാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കലാകുന്നു. അല്ലാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കലാണ്, അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കലാണ്. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ എല്ലാ നിയമങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കലാണ്. അതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതാണ് ഫശരീഅത്തുൻ അഖ്ദുൻ ബിദീനിൽ ഖാലിഖി. ഫശരീഅത്തുൻ അപ്പോൾ ശരീഅത്താകുന്നത് അഖ്ദുൻ മുറുകെ പിടിക്കലാണ്, ബിദീനിൽ ഖാലിഖി ഖാലിഖായ അല്ലാഹുവിൻ്റെ ദീന കൊണ്ട് മുറുകെ പിടിക്കലാണ്. വഖിയാമുഹു നിലകൊള്ളലുമാകുന്നു, ബിൽ അംരി വന്നഹി ഇൻജലാ. ബിൽ അംരി കൽപ്പന കൊണ്ടും, വന്നഹി വിരോധന കൊണ്ടും, ഇൻജല എന്നാണ് വ്യക്തമായ ദീനിൻ്റെ വ്യക്തമായ കൽപ്പന കൊണ്ടും വിരോധന കൊണ്ടും നിലകൊള്ളലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ അമ്രും നഹിയും ഇൻജല വ്യക്തമാണ്. ഇന്ന കാര്യങ്ങൾക്ക് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് അമ്രും നഹിയും. ഈ കാര്യങ്ങൾ വ്യക്തമാണല്ലോ, ആ വ്യക്തമായ അമ്ര നഹി കൊണ്ട് നിലകൊണ്ട് അതനുസരിച്ച് ജീവിക്കലാണ്. അതാണ് ഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻജല. വ്യക്തമായ നഹി കൊണ്ടും അമ്ര കൊണ്ടും നിലകൊള്ളലാണ്. വത്വരീഖത്തുൻ അഖ്ദുൻ ബിഅഹ്വത കൽവറ വഅസീമത്തിൻകരിയാദത്തിൻ മുതബത്തിലാ. വത്വരീഖത്തുൻ ത്വരീഖത്താകുന്നത് അഖ്ദുൻ അവൻ മുറുകെ പിടിക്കലാണ്, ബിഅഹ്വത ഏറ്റവും സൂക്ഷ്മത കൊണ്ട്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മത കൊണ്ട് മുറുകെ പിടിക്കുക. വറക് പോലെ ഏറ്റവും സൂക്ഷ്മമായത് കൊണ്ട്, അതാണ് വറക്, അത് മുറുകെ പിടിക്കലാണ്. വഅസീമത്തിൻ
നിശ്ചയദാർഢ്യവുമാണ്. ഏതൊരു കാര്യത്തിലും നിശ്ചയദാർഢ്യത ഉണ്ടാവുക, നിശ്ചയദാർഢ്യത്തെ മുറുകെ പിടിക്കുക. കരിയാദത്തിൻ റിയാദ പോലെ, അഭ്യാസം പോലെ എന്ന് പറഞ്ഞാൽ, അഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യുന്നതിനേക്കാണ് അഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരീഖത്തിൻ്റെ ആള് ഒരു ദിവസം കുറെ ഖുർആൻ ഓതി, കുറെ ദിക്ർ ചൊല്ലി, പിന്നെ അത് ഉപേക്ഷിക്കുക, ആ രീതിയല്ല. അവൻ ജീവിതത്തിൽ എല്ലാത്തിനെയും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി എല്ലാ കാര്യത്തെയും മാറ്റിവെച്ച് നിശ്ചയദാർഢ്യത്തോടു കൂടെ പ്രവർത്തിക്കുക. അതാണ് വഅസീമത്തിൻ, നിശ്ചയദാർഢ്യവുമാണ്. കരിയാദ, അഭ്യാസം പോലെ. മുത്തബത്തില എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും, അതാണ് ഉദ്ദേശം, എല്ലാത്തൊട്ടും മുറിച്ചവനായ നില എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ലയിച്ചു ചേരുക. അതിനെതിരാകുന്ന എല്ലാത്തിനെ തൊട്ടും മാറി നിന്ന് അതിനൊക്കെ മുറിച്ചൊഴിവാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ഇറങ്ങുക. അതിനാണ് മുത്തബത്തില എന്ന് പറയുന്നത്. തബത്തുൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒഴിവാക്കുക എന്നാണല്ലോ. അപ്പോൾ ഈ അള്ളാഹിൻ്റെ പൊരുത്തത്തിനെതിരായി വരുന്ന എല്ലാ കാര്യത്തിനും ഒഴിഞ്ഞു മാറി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ഇറങ്ങുക. അതാണ് ശരിക്കും ത്വരീഖത്ത് എന്ന് പറയുന്നത്. വഹഖീഖത്തുൻ ലവ്സൂലുഹു ലിൽ മഖ്സദി വമുശാഹദുൻ നൂറത്ത് തജല്ലി ബിൻജിലാ. വഹഖീഖത്തുൻ ലവ്സൂലുഹു ലിൽ മഖ്സദി വമുശാഹദുൻ നൂറത്ത് തജല്ലി ബിൻജിലാ. വഹഖീഖത്തുൻ, ഹഖീഖത്താകുന്നത്, ലവ്സൂലുഹു, അവൻ ചെന്നു ചേരലാണ്, ലിൽ മഖ്സദി, ലക്ഷ്യസ്ഥാനത്തേക്ക്, ലക്ഷ്യം നേടിയെടുക്കലാണെന്നർത്ഥം. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക, ലക്ഷ്യം നേടിയെടുക്കുക, അതാണ് ഹഖീഖത്ത്. വഹഖീഖത്തുൻ ലവ്സൂലുഹു ലിൽ മഖ്സദി, വഹഖീഖത്തുൻ, ഹഖീഖത്താകുന്നത്, ലവ്സൂലു, അവൻ ചെന്നു ചേരലാണ്, ലിൽ മഖ്സദി എന്ന ഉദ്ദേശത്തിലേക്ക്. വമുശാഹദത്തുൻ, അവൻ അനുഭവിച്ചറിയലാണ്, നൂറത്ത് തജല്ലി, അള്ളാഹുവിൻ്റെ വളർമയായ അള്ളാഹുവിൻ്റെ നൂറിന്, ബിൻജില, വ്യക്തമായ രീതിയിൽ, വ്യക്തമായ അള്ളാഹുവിൻ്റെ നൂറിനെ അനുഭവിച്ചറിയുക, അതാണ് മുശാഹദ. മൻ റാമ ദുർറൻ ലിസ്സഫീനതി യർകബു വയഊസു ബഹറൻ സുമ്മ ദുർറൻ ഹസ്വലാ. മൻ റാമ, ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ദുർറൻ, മുത്തിനെ, ഒരാൾക്ക് മുത്ത് ലഭിക്കണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, ലിസ്സഫീനതി യർകബു, ആദ്യം കപ്പലിൽ കയറട്ടെ. വയഹൂസ് ബഹറൻ, പിന്നെ അവൻ സമുദ്രത്തിൽ മുങ്ങണം. സുമ്മ ദുർറൻ, വയഹൂസൻ മുങ്ങണം, ബഹറൻ സമുദ്രത്തിൽ. സുമ്മ ദുർറൻ ഹസ്സല, പിന്നെ മുത്തിനെ ഹസ്സല, അവൻ കരസ്ഥമാക്കണം. അപ്പോൾ ഒരാൾക്ക് അമൂല്യമായ മുത്ത് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം കപ്പലിൽ കയറുക, എന്നിട്ട് സമുദ്രത്തിൽ മുങ്ങിയിട്ട് സമുദ്രത്തിന്റെ ആയിൽ പോയിട്ട് ആ മുത്തുരത്നത്തെ അവൻ സ്വായത്തമാക്കുക. അതാണ് മൻ റാമ ദുർറൻ ലിസ്സഫീനതി യർകബു വയഗൂസു ബഹറൻ സുമ്മ ദുർറൻ ഹസ്വലാ. മൻ റാമ, ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ദുർറൻ, മുത്തിനെ, ലിസ്സഫീനതി യർകബു, അവൻ കപ്പലിൽ കയറണം. വയഗൂസു ബഹറൻ, സമുദ്രത്തിൽ മുങ്ങണം. സുമ്മ ദുർറൻ ഹസ്സല, പിന്നെ അവൻ മുത്തിനെ പോയി മുത്തെന്താവണം, സ്വായത്തമാക്കുകയും ചെയ്യണം. വഖദ് ത്വരീഖതു വൽ ഹഖീഖതു യാ അഖീ മിൻ ഗൈരി ഫീലി ശരീഅത്തിൻ ലം തഹ്സുലാ. വഖദ് ത്വരീഖതു, ഇപ്രകാരം തന്നെയാണ്, ത്വരീഖത്തും വൽ ഹഖീഖതു, ഹഖീഖത്തും, യാ അഖീ, എൻ്റെ കൂട്ടുകാരാ, എൻ്റെ സഹോദര, മിൻ ഗൈരി ഫീലി ശരീഅത്തിൻ, ശരീഅത്തിന്റെ കർമ്മങ്ങളില്ലാതെ, ലം തഹ്സുല, അത് കരസ്ഥമാവുക, അത് രണ്ടും കരസ്ഥമാവുകയില്ല. ലം തഹ്സുല. അപ്പോൾ ത്വരീഖത്ത്, ഹഖീഖത്ത് ലഭിക്കണമെങ്കിൽ ശരീഅത്ത് വേണം. ശരീഅത്തൊന്നുമില്ലാതെ ത്വരീഖത്തിന്റെ ഹഖീഖത്തിന്റെ ആളാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതാണ് വഖദ് ത്വരീഖതു വൽ ഹഖീഖതു യാ അഖീ മിൻ ഗൈരി ഫീലി ശരീഅത്തിൻ ലം തഹ്സുലാ. വഖദ് ത്വരീഖതു, ഇപ്രകാരം തന്നെ, ത്വരീഖത്തും വൽ ഹഖീഖതു, ഹഖീഖത്തും, യാ അഖീ, എൻ്റെ കൂട്ടുകാരാ, മിൻ ഗൈരി ഫീലി ശരീഅത്തിന്, ശരീഅത്തിന്റെ കർമ്മങ്ങളില്ലാതെ, ശരീഅത്ത് ജീവിതത്തിൽ നടപ്പാക്കാതെ, ശരീഅത്തനുസരിച്ച് ജീവിക്കാതെ, ലം തഹ്സുല, അത് രണ്ടും കരസ്ഥമാവുകയില്ല. ശരീഅത്തില്ലാതെ ത്വരീഖത്തും ഹഖീഖത്തും കരസ്ഥമാവുകയില്ല.
അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.